നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ പോയി സമയം പാഴാക്കാനില്ലെന്ന് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഈ പ്രസ്താവനയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നത് സമയം പാഴാക്കൽ ആണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സമയം പാഴാക്കിക്കൊണ്ട് വിവാദങ്ങൾ നിർമ്മിക്കുകയാണോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വിവാദങ്ങൾ ആ നിലയ്ക്ക് പരിശോധിച്ചാൽ പിണറായി വിജയൻ പറയുന്നത് ശരിയാണെന്നാണോ ബോധ്യപ്പെടുന്നത്? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ പോയി സമയം പാഴാക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ വിവാദ നിർമ്മാതാക്കൾക്ക് നിരാശയുണ്ടാകുകയാണോ? ഈ വിവാദ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം പാഴാക്കിയവർ ഈ സംസ്ഥാനത്തെ വികസനം കാത്തുകിടക്കുന്ന, പട്ടിണി മാറ്റാൻ കാത്തുകിടക്കുന്ന ഇടത് സർക്കാരിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഓർത്തു കഴിയുന്നവർക്ക് എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ A സജീവൻ എന്നിവർ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു വർഷം പൂർത്തിയാക്കാൻ ഇനി 2 ആഴ്ചയോളം മാത്രമാണ് പിണറായി വിജയൻ സർക്കാരിനുള്ളത്. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇന്നിപ്പോൾ നടത്തുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ, അങ്ങനെ പോയി പാഴാക്കാൻ സമയമില്ല, അതിനുവേണ്ടി ചിലവാക്കാനുള്ളതല്ല പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയം, ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയാണ് എന്നാണ്. അതായത് വിവാദങ്ങളിലൂടെ അതിൻ്റെ പിന്നാലെ പോകുന്നത് വഴി സമയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ശരിക്കും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അല്ല, സാധാരണഗതിയിൽ ഒരു സർക്കാർ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തും ഡോക്ടർ ലാൽ. അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച സങ്കല്പനമുണ്ടാക്കും, ചില വികസന പ്രവർത്തനങ്ങൾ കൈയേൽക്കുകയും ചെയ്യും. ഇതാണ് സർക്കാരിൻ്റെ പൊതുവായ ഒരു പ്രവർത്തന ശൈലി എന്ന് നമുക്കറിയാം. ഈ ഇത്തരം സർക്കാർ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ധാരാളം പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. അത് ലോ ആൻഡ് ഓർഡറിനെ കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ വികസന സംബന്ധിയായ കാര്യങ്ങളാകാം. അങ്ങനെ വരികയും അതൊരു സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന വാർത്തകളും പ്രശ്നങ്ങളുമാണ്. പക്ഷേ ആ വാർത്തകളെ തന്നെ വിവാദങ്ങളാക്കി ധാരാളം സമയം ചർച്ച ചെയ്ത് സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള എനർജിയെ ഒരു പുതിയ ഔട്ട്ലെറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രബലമായി കാണാൻ കഴിയും. അതാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ നിലയ്ക്ക് അത് അവതരിപ്പിക്കേണ്ടി വരിക. ഞാൻ പറയുന്നത്, നമുക്ക് ഇവിടെ ധാരാളം നമ്മുടെ ലിറ്ററസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ മാധ്യമ സാധ്യതകളും മാധ്യമ പ്രവർത്തനങ്ങളുമുണ്ട്, ധാരാളം മാധ്യമങ്ങളുമുണ്ട്. ഒരു ഹൈപ്പർ മീഡിയ ആക്ടിവിറ്റി തന്നെ ഇവിടെ നടക്കുന്നുണ്ടോ ലാൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഞാൻ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ അനുഭവങ്ങളിൽ, ആസന്നമായ അനുഭവങ്ങളിൽ നമ്മൾ മൂന്നാറുമായി ബന്ധിപ്പിച്ച് ഒരു സമരമുണ്ടായിരുന്നുവല്ലോ. ആ സമരത്തേക്കാൾ എത്രയോ വലിയ ഹൈപ്പർ പ്രൊപ്പഗൻഡയാണ് അതിന് ലഭിച്ചത് എന്ന് നമുക്കറിയാം. വൻതോതിലുള്ള പ്രൊപ്പഗൻഡ വരുന്നു. ആ പ്രൊപ്പഗൻഡയ്ക്ക് ശേഷം ബലൂണിൽ നിന്ന് കാറ്റുപോയതുമാതിരി മാധ്യമങ്ങളൊക്കെ അങ്ങേയറ്റം നെഗ്ലക്റ്റ് ചെയ്ത് വളരെ അവശ സ്വഭാവത്തിൽ ഒരു തേങ്ങലായി അതങ്ങ് അവസാനിച്ചു പോകുന്നു. എന്തിനായിരുന്നു ഇത്രയും വലിയൊരു എനർജി വേസ്റ്റ്? ഈ നിലയ്ക്ക് പലതും നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുക, ആ അനുഭവത്തിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ മേൽ ഉയർത്തപ്പെട്ടിരുന്ന ആക്ഷേപം ഒരു മന്ത്രി സ്ത്രീവിരുദ്ധത സംസാരിച്ചു എന്നതാണ്. ആ മന്ത്രി അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് വളരെ വൈകാതെ തന്നെ മാലോകർക്ക് മനസ്സിലായി. പക്ഷേ മാധ്യമങ്ങളൊക്കെ മന്ത്രിയുടെ പ്രസ്താവനത്തെ വളച്ചൊടിച്ച് മന്ത്രി സ്ത്രീവിരുദ്ധത പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അത് കേൾക്കാനിരുന്നത് മാതിരി 3-4 ആൾക്കാർ സമരത്തിലേക്ക് വരികയും ചെയ്തു. അതായത് ഹൈപ്പർ ഈ മീഡിയ ആക്ടിവിറ്റി വാർത്തകളെ സൃഷ്ടിക്കുക പോലും ചെയ്യുന്നു. വാർത്തകൾ പ്രചരിപ്പിക്കുകയല്ല, സൃഷ്ടിച്ച് സർക്കാരിനെ വഴിതെറ്റിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായ എനർജി വേസ്റ്റിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന ആസന്നമായ ബാബു. പക്ഷേ ഇതിന് ഒരു മറുവാദം ചിലപ്പോൾ ഉന്നയിക്കാൻ സാധ്യതയുള്ളത്,
കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലും ഇതുപോലൊരു ഹൈപ്പർ മീഡിയ ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ലേ? സോളാർ സമരത്തിൽ എന്താണ് കണ്ടത്? മീഡിയ ഇതുപോലെയൊക്കെ പറഞ്ഞില്ലേ എന്നായിരിക്കാം ഒരുപക്ഷെ മറുവാദത്തിൽ ആദ്യം ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അങ്ങീ പറഞ്ഞ കൂട്ടർ നടത്തിയതുപോലെ തന്നെയാണോ ഇപ്പോഴുള്ള ഈ കാര്യങ്ങളെയും താരതമ്യം ചെയ്യേണ്ടത്? ഞാനത് നോക്കിക്കാണുന്നത് ഒരു നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെൻറ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഉമ്മൻചാണ്ടിയും പറഞ്ഞതാണ്. അദ്ദേഹവും പറഞ്ഞു വിവാദങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെ വഴിതെറ്റിക്കുന്നു എന്ന് മാത്രമല്ല മാധ്യമങ്ങളോട് അത്ര പ്രതിപത്തി അദ്ദേഹം കാണിച്ചിട്ടുമില്ല. പിണറായി വിജയനും ഏകദേശം അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അവിടെ ഞാൻ കാണുന്ന ഗൗരവതരമായൊരു വ്യത്യാസം, ഇവിടെ മാധ്യമങ്ങളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള സമയത്ത് പോലും രാജിവെക്കാൻ നിർബന്ധിതമായ മന്ത്രി, രാജി ആവശ്യപ്പെടുത്തപ്പെട്ട മന്ത്രി, ഈ കാര്യങ്ങളൊക്കെ തന്നെ മണിയും അതുപോലെയുള്ള മറ്റ് 2 മന്ത്രിമാരെയും ആലോചിച്ചാൽ അവരെ സംബന്ധിച്ച് അഴിമതി ആക്ഷേപമൊന്നുമല്ല വന്നത്. വികസന ഉദ്യമങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വലിയ അഴിമതി അതുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഒരു നിര നേതാക്കൾ മാത്രമല്ല മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ആ നിലയ്ക്കുള്ള ഒരവസ്ഥ കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞ ആ ഉദാഹരണത്തിലുണ്ടായി. ഇവിടെ അങ്ങനെ ഒരു മന്ത്രിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മന്ത്രിയുടെ രാജി, ഞാൻ ചോദിക്കട്ടെ, ശ്രീ ശശീന്ദ്രൻ്റെ രാജി, ആ രാജി ഒരു ഹൈപ്പർ മീഡിയ ആക്ടിവിറ്റിയുടെ ഭാഗം മാത്രമായി സംഭവിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ ഇവ തമ്മിൽ ഈ ഒരു പഴയ മുഖ്യമന്ത്രിയുടെയും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനയെ ഒരുപോലെ പരിശോധിക്കാൻ കഴിയുമോ എന്ന കാര്യം എനിക്ക് സംശയം. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അപ്പോൾ ഈ കാര്യത്തിൽ പ്രതിപക്ഷവും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ഇടപെടലുകൾ, പ്രതിപക്ഷത്തിന്റെ അജണ്ടയെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ വിവാദങ്ങൾ നിർമ്മിക്കുന്ന ഒരു കൂട്ടർ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നാണ് സംശയം. കഴിഞ്ഞ 11 മാസത്തിലധികക്കാലമായി പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതെന്നോ അല്ലെങ്കിൽ മറ്റാരോ ഉയർത്തിക്കൊണ്ടുവന്നതിനെ ഏറ്റെടുത്ത പ്രതിപക്ഷത്തിനോ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നതാണ് പലപ്പോഴും കണ്ടത്. അത് ഒരു തരത്തിലുള്ള ഹൈപ്പർ മീഡിയ ആക്ടിവിറ്റിയോ കോൺട്രവേഴ്സി നിർമ്മിക്കുന്ന ആളുകൾ, വിവാദ സൃഷ്ടാക്കൾക്ക് പണിയായിട്ടോ ആണ് വിലയിരുത്തപ്പെടുന്നത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അതിൻ്റെ പിന്നാലെ പോകാൻ സമയമില്ല എന്ന്. എങ്ങനെ കാണുന്നു താങ്കൾ? വിവാദം ഉണ്ടാക്കുന്നത് ഞങ്ങളല്ലല്ലോ, വിവാദം ഉണ്ടാക്കുന്നത് മുഴുവൻ ഭരണകക്ഷിക്കാരാണ്. ഇപ്പോൾ ഇന്ന് 2 മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നാളെ വിവാദമാകും. ശ്രീ കടകംപള്ളി പറഞ്ഞു റിസർവേഷൻ സാമ്പത്തികമായി വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതാണ് CPM ലൈൻ എന്ന് പറഞ്ഞു. രണ്ടാമത് AK ബാലൻ പറഞ്ഞു സൗമ്യവധ കേസിൽ ആ ഒരു പോലീസുകാരൻ എഴുതിയ മഹസ്രൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അന്ന് ആരാ കേരളം ഭരിച്ചത്? സൗമ്യവധ കേസ് എന്താണ്? ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. ഇപ്പം അത് വിവാദമാകുമല്ലേ? അപ്പം ഞങ്ങളല്ലല്ലോ വിവാദം ഉണ്ടാക്കുന്നത്, വിവാദം ഭരണകക്ഷി ഉണ്ടാക്കി തരുന്നു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ എന്ന നിലയ്ക്ക് ഞങ്ങളതെടുത്ത് ഉപയോഗിക്കുന്നു. ശ്രീ ഭാസ്കരേന്ദ്രബാബു പറഞ്ഞ കറക്റ്റൊന്നുമല്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഏത് മന്ത്രിക്കെതിരായിട്ടാണ് ഏതെങ്കിലും അഴിമതി പ്രൂവ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും വലിയ അഴിമതി പറഞ്ഞ മന്ത്രി മാണിയെപ്പോലെ ഇപ്പം എന്താ സ്ഥിതി? നിങ്ങളുടെ കാലത്ത് തന്നെ വിജിലൻസ് പറഞ്ഞിരിക്കുന്ന ഒന്നും അഴിമതി ഇല്ല എന്ന്. അപ്പോൾ ഇവിടെ വിവാദം ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല. ഇപ്പം ശശീന്ദ്രൻ്റെ കാര്യം പറഞ്ഞു. ശശീന്ദ്രൻ തെറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു? അദ്ദേഹത്തിനല്ല മോറൽ കറേജ് ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല. മാധ്യമങ്ങൾ ചിലപ്പോൾ ചിലത് ഉണ്ടാക്കിയെന്നിരിക്കാം. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ എന്നും ഭരിക്കുന്നവർക്കെതിരാണ്. ഇവിടെ കേരളത്തിലെ ട്രെൻഡ് അതാണ്. ഞങ്ങൾ ഭരിക്കുമ്പോഴേക്കും മിക്കവാറും ഇതിനേക്കാൾ രൂക്ഷമായിരുന്നു. ഇപ്പോഴവരെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചു. പക്ഷെ അതിനുള്ള മരുന്നിട്ട് കൊടുക്കല്ലേ, വെടിമരുന്നിട്ട് കൊടുക്കല്ലേ, വഴിമരുന്നിട്ട് കൊടുക്കുന്നു ഈ ഗവൺമെൻറ്റും ഭരണകക്ഷിയും. ഇന്ന് തന്നെ ഞാൻ പറയാമല്ലോ, ഗവർണറുടെ അടുത്ത് BJPക്കാർ പോയി ഒരു പരാതി കൊടുത്തു. അത് സാധാരണതയിൽ ഗവർണർ ചെയ്ത് ശരിയാണ്, മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ അത് പിടിച്ചടുത്ത കോൺട്രവേഴ്സി വരികയാണ്. അതുപോലെ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി ഓൾ പാർട്ടി മീറ്റിംഗിന് ശേഷം പോലും കൊലപാതകം ഉണ്ടായിരിക്കുന്നത് പയ്യന്നൂരിൽ. ആരാ ഉത്തരവാദിത്തം? ഞങ്ങളാണോ? പ്രതിപക്ഷം അല്ലല്ലോ. അപ്പോൾ എല്ലാത്തും ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾക്ക് അതിൽ സമയമില്ലാത്ത അതൊക്കെ ഇനിയും ഉണ്ടാവും കോൺട്രവേഴ്സി. ഇതുപോലെ പോകുന്നതെങ്കിൽ നിരന്തരമായി കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരിക്കും. CPI ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അവർ. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഭരണകക്ഷിക്കകത്തുള്ളതും ഭരണകക്ഷി മന്ത്രിമാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകളും വീഴ്ചകളുമാണ് ഉണ്ടായി വരുന്നത്. അതെന്താ ലാല് കാണാത്തത്? ശരി, ശ്രീ JR പത്മകുമാർ, ഈ
സർക്കാരിൻ്റെ 11 മാസക്കാലത്തിനിടയിൽ വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. ഇനി വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ തയ്യാറല്ല, ഞങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി പോവുകയാണെന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തു. കാസർഗോഡ് 2000 ചില്ലറ ആളുകളുടെ 2247 കുടുംബങ്ങൾക്ക് ഇന്ന് പട്ടയം നൽകിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിവാദങ്ങളുടെ പിന്നാലെ പോയി സമയം പാഴാക്കാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അത് എത്രത്തോളം നിജസ്ഥിതി അതിനകത്തുണ്ട് എന്ന് അറിയാതെ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ ഏറ്റുപിടിക്കുന്നത് കൊണ്ടാണോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നതും സമയം പാഴാക്കേണ്ടി വരുന്നതും? അല്ല, ആര് പിന്നോട്ട് പോകുന്നത്, ആര് വിവാദം ഉണ്ടാക്കുന്നത്? ഇത് ഇന്ന് ഈ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 വർഷം തികയാൻ പോകുന്നല്ലോ. ഏത് വിവാദമാണ് പ്രതിപക്ഷം പാർട്ടികൾ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്? ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയതെല്ലാം CPM-ന്റെ മന്ത്രിമാരും CPM-ന്റെ നേതാക്കന്മാരും തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇനി ഞങ്ങളാരും വിവാദത്തിൻ്റെ പുറകെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അധികാരത്തിലേറ്റിയത് ജനനന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഈ 10 മാസക്കാലത്ത് നിങ്ങളിപ്പോൾ പറഞ്ഞ പദ്ധതി ഉണ്ടല്ലോ, അത് ഈ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ശ്രമമൊന്നല്ലാതെ ഈ 10 മാസക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളൊന്ന് വിലയിരുത്തി നോക്കുക. ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയെന്ന് പറയാൻ കഴിയുമോ? ഏത് കാര്യമാണ് പറയാൻ കഴിയുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ പദ്ധതികളെ പേര് മാറ്റി അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള ഈ ഗവൺമെന്റിൻ്റെതായി എന്ന് പറയാൻ എന്ത് പദ്ധതിയാണ്? ഇപ്പൊ അങ്ങ് പറഞ്ഞത് കൊണ്ട് തന്നെ എന്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസ ലോണുകൾ എഴുതി തള്ളുന്ന കാര്യം, ഇനിയിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണല്ലോ, മറ്റാരും ചെയ്യുന്നില്ല. കേരളത്തിൽ മുമ്പും ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നല്ലോ, അവർ ചെയ്യാത്തത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിദ്യാഭ്യാസ ലോൺ, അതുപോലെ അംഗനവാടി ടീച്ചർമാർക്കുള്ള ശമ്പളം, മറ്റ് ഇന്ന് ഇപ്പോൾ ഈ പട്ടയം കൊടുക്കുന്ന കാര്യങ്ങൾ, മറ്റ് അനേകം കാര്യങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നതിനാണ്. ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് മാത്രമായി തീരും. ഇന്നിപ്പോൾ അതിൻ്റെ ചർച്ചയല്ല, നമുക്കത് 1 വർഷത്തിൻ്റെ ആഘോഷവേളയിലേക്ക് എടുക്കാം. പക്ഷേ ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരെണ്ണം എടുത്താൽ ഇപ്പോൾ BJPക്ക് വലിയ താല്പര്യമുള്ളൊരു വാർത്തയാണ്. കണ്ണൂരിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾ ഗവർണറെ പോയി കണ്ടു. ഗവർണർ എന്താണ് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ചെയ്യുക? ആ പരാതി അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അദ്ദേഹം എടുത്ത് ദൂരെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയില്ല. ഉടനെ നോക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം ഇനിഷ്യലിയും ടു മുഖ്യമന്ത്രി എന്ന് എഴുതും, ടേക്ക് നെസസറി സ്റ്റെപ്സ് എന്ന് എഴുതും, വേണ്ട നടപടികൾ എടുക്കാൻ വരും. വലിയ ബ്രേക്കിംഗ് ആയി പല മാധ്യമങ്ങളും കാണിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ നിർദ്ദേശം, നടപടി എടുത്തേ പറ്റൂ എന്ന് പറയുന്നത് ഒരു തരത്തിൽ വിവാദ നിർമ്മാണത്തിന്റെ ഭാഗമാണ്. അതിന്റെ കൂടെ തലവെച്ച് കൊടുക്കുകയാണോ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. മീഡിയയുടെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹം കണ്ണൂരിൽ നടന്ന ഒരു ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്രപ്രവർത്തകരോടായി പറയുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അദ്ദേഹം പത്രക്കാരുടെ മുഖത്ത് നോക്കിയല്ല പറയേണ്ടത്, തിരിഞ്ഞു നിന്ന് ആ ഫോട്ടോയിൽ കാണുന്ന ഒരാളോട് പറഞ്ഞാൽ മതി, കണ്ണൂരിലെ പ്രശ്നം തീരും. P. ജയരാജൻ തൊട്ട് പുറകിലുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കണം, അവിടെ ഈ ആളുകളെ കൊല്ലുന്ന പരിപാടി നിർത്തണം എന്ന് P. ജയരാജനോട് അദ്ദേഹം പറയണം. ഞങ്ങൾ അത് ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പല വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആ വിഷമങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം മുൻകൈയെടുത്ത ഈ സമാധാന കരാറിൽ ഒപ്പിടാനും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാനും തയ്യാറായില്ലേ? ശരി, ഞാൻ പറഞ്ഞോട്ടെ. അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചയാണ് ഉണ്ടായത് എന്ന് പിണറായി വിജയൻ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയട്ടെ. ആ ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ശ്രീ പത്മകുമാർ, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വേദനയായി എഴുതി ഗവർണർക്ക് കൊടുത്തല്ലോ. അപ്പോൾ വരുന്ന വാർത്ത എന്താണ്? നിങ്ങൾ പറഞ്ഞ ഈ കാര്യമല്ല. ഇപ്പൊ അങ്ങ് ഈ പറഞ്ഞ കാര്യമാണ് വാർത്തയായിട്ട് വന്നിരുന്നുവെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ വാർത്തയായിട്ട് വരുന്നത് എന്താണ്? ഗവർണർ നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ എന്തോ ഇടപെടാൻ പോകുന്നു, ഗവർണർ, രാഷ്ട്രപതി ഇവരൊക്കെ ഇടപെടുന്നത് ആർട്ടിക്കിൾ 356മായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ്, സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെതിരായുള്ള പെരുമാറ്റം ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു കാഴ്ചപ്പാട് ആളുകളുടെ ഇടയിലേക്ക് സൃഷ്ടിക്കാനിടയാക്കും. അത് ആരുണ്ടാക്കുന്നതാണ്? അല്ല, ഞങ്ങളല്ലല്ലോ ആ വാർത്തയുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങൾ കണ്ടത് ഇത് ആദ്യത്തെ തവണയല്ല. ഞാൻ കേന്ദ്രവുമായി മന്ത്രിമാർ വന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ വന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ ഗവൺമെന്റിന്റെ ഹെഡ് എന്നുള്ള നിലയിൽ ഈ മുഖ്യമന്ത്രി ഇടപെട്ട് നടത്തിയ ഈ ഒത്തുതീർപ്പ് കരാറിന്റെ ലംഘനമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട്, കാര്യം നിരവധി ഉദാഹരണങ്ങൾ ഉള്ളത് കൊണ്ട്, ഗവർണറെ ചെന്ന് കണ്ടിട്ട് അദ്ദേഹത്തോട് ഇതിൽ ഇടപെടണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പോസ്റ്റ്മാന്റെ ജോലി അല്ലല്ലോ ചെയ്യാനുള്ളത്. ഞങ്ങൾക്കറിയില്ല മുഖ്യമന്ത്രിയെ ചെന്ന് കാണാൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾക്ക് അറിയാമല്ലോ.
ഗവർണർ ചെയ്യേണ്ടത് ചെയ്തു. ഗവർണർ ചെയ്തത് CPM ന് വേണ്ടി ചെയ്തു. നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്തില്ല. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ ഗവർണറിന് നാളെ മാറ്റി ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ സജീവൻ, മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ ശ്രീ സജീവന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ഞാൻ ആ രീതിയിലാണ് ചോദിക്കാൻ ആഗ്രഹിച്ചത് നേരത്തെ. പക്ഷെ അതിൽ ഇന്ന് വന്ന മറ്റൊരു വാർത്തയാണ്, ഈ ജിഷ്ണു പ്രണോയിയുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ പോകുന്നു ഈ സർക്കാർ എന്നാണ് ഇന്ന് രാവിലെ ആദ്യം കണ്ട ഒരു വാർത്ത, വലിയ ബ്രേക്കിംഗ് ആയി കണ്ട വാർത്ത. അതിന് കാരണമായി പറയുന്നത് ഈ DNA ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയ രക്തത്തിൽ വേണ്ട അത്ര അളവിലുള്ള സാമ്പിൾ ഇല്ലായിരുന്നു എന്നാണ്. അതായത് ജിഷ്ണു പ്രണോയുമായി ബന്ധപ്പെട്ട കേസിൽ അന്ന് ആ ഇടിമുറിയിൽ ആവശ്യത്തിനുള്ള രക്തം അവിടെ ഉണ്ടാകണമായിരുന്നു. അത് ഈ സർക്കാരിൻ്റെ കുഴപ്പമാണ്, അത്രയും രക്തം അവിടെ ഇല്ലാതെ പോയത് എന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സർക്കാരിനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണോ വാർത്ത പോലും കൈകാര്യം ചെയ്യേണ്ടത്? അതിൻ്റെ പിന്നാലെ പ്രതികരണങ്ങൾ വരിക, ജിഷ്ണുവിൻ്റെ കുടുംബത്തെ പോലും അതിൻ്റെ പുറത്ത് പ്രതികരണത്തിന് എടുക്കുക, അവർ സർക്കാരിനെ വീണ്ടും കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുക. ഈ ഇടിമുറിയിൽ രക്തസാമ്പിൾ പോലും ഒരു തുള്ളി പോലും കിട്ടാത്തടത്ത് പോലും അന്വേഷണം മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ രക്തസാമ്പിൾ അല്ല അന്വേഷണത്തിൻ്റെ യഥാർത്ഥ കാരണമായി വരേണ്ടത് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വഴിതിരിച്ചു വിടുന്നതും അതിൻ്റെ പിന്നാലെ ആളുകൾ പോകുന്നതും? അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. കാരണം വിവാദമുണ്ടാക്കി സർക്കാരിനെ പരമാവധി ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും ഏതാണ്ട് പ്രതിപക്ഷത്തിൻ്റെ റോളെടുക്കുന്ന മാധ്യമങ്ങളുടെയും ലക്ഷ്യമാണ്. അത് ശരിയാവണമെന്നില്ല. നമുക്കറിയാലോ, ഈ ജിഷ്ണു പ്രണോയുടെ കാര്യത്തിൽ തന്നെ, കേസിൽ തന്നെ നമുക്കറിയാം കോടതി എത്ര പ്രാവശ്യം പറഞ്ഞു, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നതിന് അനുസരിച്ച് അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് കേസെടുക്കാനോ നടപടിയെടുക്കാനോ പറ്റില്ല, കോടതിക്ക് ഇതിൽ വേണ്ട തെളിവാണെന്ന് പറഞ്ഞു. പലപ്പോഴും പല ആളുകൾക്കും ജാമ്യം നിഷേധിക്കണമോ ജാമ്യം കൊടുക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ട, അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ആരെങ്കിലും വിവാദം ഉണ്ടാക്കുമ്പോഴല്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് പോലും പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയുണ്ടായത്. എന്താണ് തെളിവ് എന്നുള്ളതാണ് ജിഷ്ണു പ്രണോയുടെ കേസിൽ ഉൾപ്പെടെ. സൗമ്യ കേസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ബാലൻ പറഞ്ഞ കാര്യം, അതിലുൾപ്പെടെയുള്ള കാര്യം ഇതാണ്. കോടതി എല്ലാ കാര്യത്തിനും ആളുകളുടെ കഴുത്ത് വെട്ടണം അല്ലെങ്കിൽ തല വെട്ടണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ കോടതിക്ക് കഴിയില്ല. അതേപോലെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാരിനും കഴിയില്ല. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ ജിഷ്ണു പ്രണോയുടെ കാര്യത്തിൽ തന്നെ അവിടെ പറഞ്ഞതും ഇത് തന്നെയാണല്ലോ, സമരമൊക്കെ എന്തിനായിരുന്നു, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിച്ചല്ലോ. നമ്മുടെ കാനം ചോദിച്ച മുതലാളിയുടെ ഭാഷ എന്ന് പറയുന്ന ഈ കാര്യം. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു സംഭവം, ഈ ആളുകളുടെ വിവാദം ഉണ്ടാക്കാനുള്ള താല്പര്യവും അത് പ്രതിപക്ഷത്തിനുണ്ടാകാം, മാധ്യമങ്ങൾക്കുണ്ടാവാം, ഇത്തരത്തിൽ പല ആളുകൾക്ക് വ്യക്തികൾക്കും ഉണ്ടാവാം. ആ വ്യക്തികൾക്കനുസരിച്ചിട്ട് സർക്കാർ പ്രവർത്തിക്കണം എന്നില്ല. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വിവാദങ്ങളുടെ പിറകെ പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സർക്കാർ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അതായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് കാര്യങ്ങളാണ് സർക്കാർ ചെയ്തതെന്ന് ചോദിച്ചു. സർക്കാർ ചെയ്ത എത്ര കാര്യങ്ങളുണ്ട്. ഹരിത കേരളം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അഭിമാനാർഹമായൊരു പദ്ധതിയാണ്. ശുചിത്വ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള, അത് ദേശീയ തലത്തിലുണ്ട്, സ്വച്ഛ് ഭാരത് പദ്ധതി ഉണ്ടെങ്കിൽ പോലും ഇവിടെ സംസ്ഥാന തലത്തിൽ സർക്കാർ കൊണ്ടുവന്നുള്ള നല്ല സ്കീമായിരുന്നു. ഇതെല്ലാം നല്ല രൂപത്തിൽ നടക്കും. ഇതേപോലെ ധാരാളം പദ്ധതികളുണ്ട്. ഇതൊക്കെ നല്ല രൂപത്തിൽ നടക്കുന്നുവെന്ന് ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ നടത്തുക മാത്രമല്ല, ആ നടക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ചെയ്ത പകരം സർക്കാർ തന്നെ, ഈ മുന്നണിയിലെ മന്ത്രിമാരും ഈ സർക്കാരിലെ മന്ത്രിമാരും ഈ മുന്നണിയിലെ ഘടകകക്ഷികളുമൊക്കെ സർക്കാരിനെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിൽ വിവാദം സൃഷ്ടിച്ചു. 4 തരത്തിലാണ് ഇവിടെ വിവാദം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്, പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. മൂന്നാമത്തെ വരുന്നത് ഈ ഘടകകക്ഷികൾ അവരുടെ കൊതിക്കറിവോ അല്ലെങ്കിൽ അവരുടെ വികാര പ്രകടനങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള മത്സര ബുദ്ധിയോ കൊണ്ട് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കൊണ്ടുവന്നുള്ള പ്രശ്നങ്ങൾ. അത് നേരത്തെ പത്മകുമാർ പറഞ്ഞത് ശരിയാണ്. എന്തിനായ തുടക്കം മുതലേ ഉണ്ടായിരുന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? ഈ ഘടകകക്ഷി പ്രശ്നങ്ങൾ തന്നെയാണ്. നാലാമത്തേത്, മന്ത്രിമാരൊക്കെ പറയുമ്പോൾ ഒരു നിയന്ത്രണം നാവിന് നൽകേണ്ടതാണ്. അതുണ്ടാവാതെ കൊണ്ടാണ് പലപ്പോഴും വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സുചിന്തിതമായിട്ട് എന്താണോ ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് കൂട്ടായി തീരുമാനമെടുക്കുകയും അത് മാത്രം മന്ത്രിമാർ പറയുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകണം. മന്ത്രിമാർക്ക് തോന്നിയത്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, മന്ത്രിമാർക്ക് തോന്നിയത് പറയരുത്. മന്ത്രിമാർ സർക്കാരിൻ്റെ നയമാണ് പറയേണ്ടത്. ആ
അങ്ങനെ ഇനിയുള്ള 4 വർഷക്കാലം അങ്ങനെ പോവുകയാണെങ്കിൽ ഈ സർക്കാരിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയും. ശരി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ഇപ്പോൾ ശ്രീ സജീവൻ ചൂണ്ടിക്കാട്ടിയ 4 കാര്യങ്ങളും സ്വാഭാവികമാണ്. അത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന വിവാദങ്ങളാണെങ്കിലും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിവാദമാണെങ്കിലും, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ എന്ന് സജീവൻ എടുത്തു പറയുകയുണ്ടായി. അതുപോലെ ഘടകകക്ഷികൾ, പിന്നെ മന്ത്രിമാർ, ഇതൊക്കെ സ്വാഭാവികമാണ്, ഏത് ഭരണം നടക്കുമ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനിടയിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു കാര്യം കൂടി ശ്രീ സജീവൻ പറഞ്ഞല്ലോ, അത് വേണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിൽ എവിടെയാണ് സ്പേസ് ഉള്ളത്, ആരാണത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് പറയുന്നതിനിടയിൽ പോലും ശ്വാസം മുട്ടിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടവർ പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള വിവാദ നിർമ്മിതിയിൽ പെടുമ്പോൾ അവിടെയാണ് എൻ്റെ ചോദ്യം ഉണ്ടാകുന്നത്. ഈ സർക്കാരിനും ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അല്ല, അതിനകത്ത് ഇപ്പോൾ ശ്രീ സജീവൻ സൂചിപ്പിച്ചത് മാതിരി ആ 4 ലെയർ വിവാദങ്ങളെന്ന് പറയേണ്ട, സത്യത്തിൽ അത് ഭിന്നാഭിപ്രായങ്ങളാണ്. ഭിന്നാഭിപ്രായങ്ങളുടെ ഒരു പ്രചരണ രീതിയിൽ അവലംബിക്കുന്ന തന്ത്രമഹിമയാണ് അതിനെ വിവാദമാക്കി മാറ്റുന്നത്. ഭിന്നാഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകും. CPIക്കും CPMിനിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകും, ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകും, ഒരേ വിഷയത്തിൽ മന്ത്രിമാർക്കിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകും, മാധ്യമങ്ങൾക്കും സർക്കാരിനുമിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകും. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. പക്ഷെ ഭിന്നാഭിപ്രായങ്ങളെ ഒരു ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് അത് പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്ത് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളെ കൂടി ഒരു യുഫേറിയയിൽ ആ നിലയ്ക്ക് ഒരു യുഫേറിയ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ജ്വാലാവിഭ്രാന്തിയിൽപ്പെടുത്തി അതിനെ ഒരു സജീവ ഇഷ്യൂ ആക്കി നിർത്തുമ്പോൾ, വൈകാരികമായി അതിനെ ഊതിപ്പെരിപ്പിച്ച് നിർത്തുമ്പോൾ അതൊരു കച്ചവട രീതിയാണ്. ആ രീതിയാണ് വിവാദം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. ആ വിവാദങ്ങളുടെ സവിശേഷത യഥാർത്ഥത്തിൽ ഭരണവും പ്രതിപക്ഷവും രണ്ടും ഒരുപോലെ തന്നെയാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് നിന്ന് അസംബ്ലിയിലും പുറത്തും നടത്തുന്ന യോജിച്ചും വിയോജിച്ചും നടത്തുന്ന വളരെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ മുഖം ഈ വിവാദ വ്യവസായത്തിൽ മറച്ചുവെക്കപ്പെടുന്നു. അതിലെ പ്രധാന ഉത്തരവാദി മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളാണ് ഈ വൈകാരിക ഉദ്ദീപകത ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ വൻതോതിൽ. പക്ഷേ ശ്രീ ഭാസുരേന്ദ്ര ബാബു, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളും മാധ്യമത്തിന്റെ പണിയാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ മാധ്യമങ്ങളും ഇതുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ജേർണലിസത്തിന്റെ ഭാഗമായി നടക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉള്ളതിനപ്പുറമുള്ള പ്രതിപക്ഷത്തിന്റെ പണി, ഈ പണി എന്നുള്ളത് വിത്തിൻ ഇൻവെർട്ടഡ് കോമ, ഈ മാധ്യമങ്ങൾ ചിലതെങ്കിലും എടുക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് പോലും പിടിച്ചാൽ കിട്ടാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്? അല്ല, മാധ്യമങ്ങളും പ്രതിപക്ഷവും തമ്മിൽ ഒരു യോജിപ്പോ അല്ലെങ്കിൽ ധാരണയോ ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളെന്ന നിലയ്ക്ക് അതുണ്ടാകും. ഇപ്പോഴുള്ള ഭരണകക്ഷിയും പ്രതിപക്ഷമായിരുന്നപ്പോൾ മാധ്യമങ്ങളുടെ ഈ തരം പ്രചരണങ്ങൾക്ക് പൊരുത്തപ്പെട്ടവർ സഞ്ചരിച്ചിരുന്നു, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യബോധം എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് പ്രധാനമായും തോന്നുന്നത്. കാരണം വളരെ പെട്ടെന്നാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചല്ലോ ഗവർണറുടെ ഇഷ്യൂ വന്നു. ഗവർണറുടെ ഇഷ്യൂ വരുമ്പോൾ മാധ്യമം എങ്ങനെയാണത്? ഗവർണർ നിർദ്ദേശിക്കുന്നു, വളരെ ഓർണമെൻ്റലാണ് ഗവർണറുടെ പദവി എന്ന് നമുക്കറിയാം. ഗവർണർക്ക് എന്തെങ്കിലും ആര് കൊണ്ട് കൊടുത്താലും സർക്കാരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ കഴിയൂ. സർക്കാരിലേക്ക് ഇടപെടാനൊന്നും ഗവർണർക്ക് കഴിയില്ല. അതുമാത്രമല്ല, ഗവർണർ തന്നെ തൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് രാഷ്ട്രപതിയിൽ നിന്നാണെങ്കിൽ രാഷ്ട്രപതിക്ക് അത് ലഭിക്കുന്നത് മന്ത്രിസഭയിൽ നിന്നുമാണ്. രാഷ്ട്രപതിയാണെങ്കിലും ഗവർണറൊക്കെ ആണെങ്കിലും ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ വളരെ ഓർണമെൻ്റലായ പോസ്റ്റുകൾ തന്നെയാണ്. അങ്ങനെ വരുമ്പം വളരെയധികം അധികാരങ്ങൾ കുറഞ്ഞ ഗവർണർ പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനത്തെ എന്തോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പാലിപ്പിക്കുന്ന ഒരു സ്ഥാപനമാക്കി അവതരിപ്പിക്കുന്ന ഒരു പദപ്രയോഗത്തെക്കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത്. പക്ഷേ അതിനകത്ത് എൻ്റെ ഒരു സംശയം ഇതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു, അത് ഇടതുപക്ഷത്തിനും ആ സംശയം ഉണ്ടോ എന്നാണ് എനിക്ക് താങ്കളിൽ നിന്ന് അറിയാനുള്ളത്. അതായത് ഈ കാര്യങ്ങൾ ഇത്രമാത്രം ഓർണമെന്റൽ ആണെന്നും ഗവർണറുടെ പണി ഇതാണെന്നും അറിയാവുന്നവർ തന്നെയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഒരു നിശ്ചിത അളവിനപ്പുറം ആ വാർത്ത പോലും കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്നത്. അവർക്ക് തന്നെ അതറിയാം എപ്പോൾ പിൻവലിക്കണം എന്ന്. പക്ഷേ അത് വിശ്വസിച്ചോ അതിൻ്റെ പുറത്തോ പ്രതിപക്ഷത്തിൻ്റെ പണി പുറത്തെടുക്കുന്നവരുടെ
ചെയ്തികൾക്ക്, സമരങ്ങൾക്ക് ശക്തി പകരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം വാർത്തകളെ സൃഷ്ടിക്കുക എന്നുണ്ടോ ഇവിടെ? നിശ്ചയമായും വാർത്തകളുടെ നിർമ്മാണ രീതികളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ നടന്ന മൂന്നാർ സമരം, പൊമ്പിളെ ഒരുമയുടെ രണ്ടാമത്തെ സമരം, ആ രണ്ടാമത്തെ സമരത്തിന് എന്തെങ്കിലും ഉള്ളടക്കം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തവർ തന്നെ ഒരു കാര്യവുമില്ലാതെ കൊണ്ടുപോകുന്നു. UDF എന്താ പറഞ്ഞത്? ഞങ്ങൾ അതിനെ ഔദ്യോഗികമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു സമരത്തെ. ഉമ്മൻചാണ്ടി അത് പറഞ്ഞു. പിറ്റേ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. എന്തൊക്കെ കോൽക്കളിയാണ് കാണിച്ചത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ആരും അറിയാതെ ഒന്നും കേൾക്കാതെ അവരെ എണീറ്റ് പോവുകയാണ് ചെയ്തത്. ആ സമരത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ തരം പ്രചാരണങ്ങളാണ് നടന്നത് എന്ന് പറഞ്ഞാൽ ഒരു അനാവശ്യമായ ഊർജ വ്യയം മാത്രമായിരുന്നല്ലോ അത്. ആരൊക്കെയായിരുന്നു ഉത്തരവാദികൾ? ആദ്യമായും അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് നേരെ വന്ന ഒരു വിമർശനത്തെ ഒഴിവാക്കാൻ വേണ്ടി. രണ്ടാമതാകട്ടെ അത് മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ പ്രതിപക്ഷം ഏറ്റെടുത്തു. ആരൊക്കെയാണ് ഇളിഭ്യരായത്? ഇതിനകത്ത് പാഠം പഠിക്കണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശരി, തീർച്ചയായും അത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ സമയമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇനി പ്രതിപക്ഷത്തിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ അജണ്ടയിലേക്ക് തിരിച്ചു വരേണ്ടി വരുമോ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ പറഞ്ഞ ആരോ ചെയ്യുന്നു, പ്രതിപക്ഷം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥത്തിൽ അത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് എന്ന് പറയുമ്പോൾ ഒരു അനുഭവത്തിൽ നിന്ന് പഠിക്കണമല്ലോ. ഈ ജിഷ്ണു കേസിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. ഈ MM മണിയുമായി ബന്ധപ്പെട്ടതും മൂന്നാറിലെ മറ്റ് വിഷയങ്ങളും ഇവിടെ ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാട്ടി. ഇതിലൊക്കെ നിങ്ങൾ പോയി ഇടപെട്ട് ഇളിഭ്യരായി പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ശരിക്കുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ സർക്കാർ ഇടപെടുന്നതിൽ വേഗത പോരെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി നിങ്ങൾ ഓരോ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് പകരം ആരെങ്കിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പിന്നാലെ പോകുന്നതല്ലേ ഇങ്ങനെ പോകേണ്ടി വരുന്നത്? ഞങ്ങളുണ്ടാക്കുന്നതല്ല. ഇപ്പം മണിയുടെ പ്രസംഗമാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പെൺപിളെ ഒരുമയെക്കുറിച്ച് മണി പറഞ്ഞത് അത് വളച്ചൊടിച്ചുണ്ടാക്കിയെന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ ശരിയാവും, തെറ്റാവാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമില്ലേ, ഒരു IAS, ഒരു യങ് യുവാവ് IAS ഓഫീസർക്ക് എന്താ അദ്ദേഹം പറഞ്ഞത്? അത് പറയാവോ? അത് ഭാസുരേന്ദ്രബാബു അംഗീകരിക്കുന്നുണ്ടോ? ആ സബ് കളക്ടർ മിടുക്കുന്ന ആ സബ് കളക്ടറെ കുറിച്ച് ആ മന്ത്രി പറഞ്ഞത് ശരിയാണോ അത്? എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശകാരിച്ചായിട്ട് പത്രങ്ങളിൽ വന്നല്ലോ, ഒരു മീറ്റിങ്ങിൽ പരസ്യമായി നിയമസഭയ്ക്ക് അദ്ദേഹം പറഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, സ്വന്തം DGPയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്? ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എന്തിനാണ് ബിന്ദു കൃഷ്ണയും അവിടെ പോയി കൂട്ടിരുന്നത്? അപ്പൊ ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥനെ ഈ MM മണി എന്തെങ്കിലും പറഞ്ഞതിനാണോ? അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? ആ സമരം ഇപ്പോഴും തുടരുന്നുണ്ടോ? അതിന്റെ അവസ്ഥ എന്തായി? പെൺപിളെ ഒരുമ ചെയ്യുന്ന അവരാണെങ്കിൽ സമരമാണ്, ഞങ്ങൾ പിന്താങ്ങും. നാളെ ഞങ്ങൾ പിന്താങ്ങാൻ സമരത്ത് പ്രതിപക്ഷത്തിന്റെ ജോലി അതാണ്. നിങ്ങളുടെ എന്നുള്ളതല്ല, നിങ്ങളുടെ ആയിക്കോട്ടെ, അവിടെ പിന്തുണയ്ക്കാൻ ഒരു ചായ വാങ്ങി കൊടുക്കാൻ അവരെല്ലാം വലിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ അവിടെ ഇല്ല, പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞാൽ അവരെ പോലും പറ്റിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ അവരെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നോ അതോ ഈ പ്രശ്നത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കി എന്തായ സമരം? എങ്ങനെ തീർന്ന സമരം? ലാലൊരു കാര്യം മറന്നുപോരുത്. നിങ്ങൾ LDF നടത്തില്ല ഉമ്മൻചാണ്ടി ഇറക്കാൻ സമരം. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞില്ല, പോയിട്ട് സെക്രട്ടറി വളഞ്ഞില്ല. അവസാനം സമരങ്ങൾ എപ്പോഴും ജയിക്കണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സ്ഥിതി എന്താണ്? ഒരു DGPയുടെ ഇഷ്യൂ ഞങ്ങൾ ഉണ്ടാക്കിയതാണോ? ഈ കേരളത്തിലെ രീതിയിൽ 11 മാസക്കാലം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കി? ആ ഇഷ്യൂവിന്റെ പുറകിൽ എന്ത് സമരം നിങ്ങൾ ചെയ്തു? ഇതാണ് എന്റെ ചോദ്യം. പകരം ആരോ ഉണ്ടാക്കിയ വിവാദ വിഷയത്തിന്റെ പിന്നാലെ പോയതല്ലേ നിങ്ങൾക്ക് പോലും അടി കിട്ടിയത്? ഞാൻ തുടക്കം മുതൽ ചോദിച്ചു. ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ. ഇഷ്യൂ ഭരണകക്ഷി ഉണ്ടാക്കി തരുമല്ലേ? ഭരണകക്ഷി ഉണ്ടാക്കി തരുമല്ലേ ഇഷ്യൂ? നാളെ ഞങ്ങൾക്ക് കിട്ടും. ഇപ്പൊ 2 കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു സംശയമില്ല. ശ്രീ കടകംപള്ളിയുടെയും ബാലന്റെയും സ്റ്റേറ്റ്മെന്റ് നാളെ ഇവിടെ ഇഷ്യൂ ആകും. നാളെ നിങ്ങൾ കാത്തിരിക്കേണ്ട. എന്റെ ചോദ്യം ഇതാണ്,
ഇന്നേ ഞാൻ ചോദിക്കുകയാണ്, കടകംപള്ളി പറഞ്ഞത് CPM-ന്റെ ഔദ്യോഗികമായ അഭിപ്രായമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയാണ് CPM മുൻപും പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ നാളെ വിവാദമുണ്ടാക്കാൻ പോകുന്നത്? സംസ്ഥാന സർക്കാർ അത് തീരുമാനിച്ചോ? ആ കാര്യത്തിൽ നിങ്ങൾക്കുള്ള എതിരഭിപ്രായം നിങ്ങൾക്ക് പറയാം. വിവാദമല്ല അതല്ല കേരളത്തിലെ നയം. കേരളത്തിൽ ഇന്നും പിന്നോക്കാവസ്ഥക്കനുസരിച്ച് റിസർവേഷൻ കൊടുക്കുന്നത്. നയം മാറുവാണ്. നയം പറയട്ടെ, സാമ്പത്തികമായ സംവരണം കൊടുക്കാൻ പോകുന്നെങ്കിൽ അതുകൊണ്ട് നഷ്ടം വരാൻ പോകുന്ന നിരവധി സമൂഹങ്ങൾ കേരളത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വരെ കേരളത്തിൽ സാമ്പത്തിക ബേസ് അല്ല സംവരണം, പിന്നോക്കാവസ്ഥയാണ് സംവരണം. അത് മാറ്റി ഞങ്ങളത് എന്ന് പറയുമ്പോൾ നാളെ കോൺട്രവേഴ്സി തർക്കം ഉണ്ടാവും. CPR തിരിച്ചു പറയും. ശരി, നാളെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ പക്ഷേ എന്റെ ചോദ്യം ഇപ്പോൾ അതല്ല. കഴിഞ്ഞ 11 മാസക്കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഇനി ഈ വിവാദങ്ങളുടെ പിന്നാലെ പോയി സമയം കളയാനില്ല എന്ന്. നിങ്ങൾ 11 മാസക്കാലം വിവാദത്തിന്റെ തിരി കണ്ടപ്പോഴൊക്കെ അവിടെ പോയി തലവെച്ച് കൊടുത്ത് സമയം കളയാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. ജിഷ്ണുവിന്റെ കേസ്, MM മണിയുടെ കേസ്, ഈ ഒരു ചാനൽ പുറത്തുവിട്ട മന്ത്രി രാജിവെക്കേണ്ടി വന്ന കേസ്, ഇതുപോലെയുള്ള പല കാര്യങ്ങൾ. ഏത് കാര്യമുണ്ട് ഇപ്പോഴും നിങ്ങൾ ഈ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സമരം ചെയ്യുന്നതും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഉത്തരവുണ്ടല്ലോ. എന്തിനാ എന്റെ പുറകെ പോകുന്നത്? മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇത് ഏറ്റുപിടിക്കേണ്ടി വരുന്നു? നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് മര്യാദക്ക് ഭരിക്കണ്ടേ? എന്താണ് ഈ ഗവൺമെന്റിനെ കുറിച്ച് റേറ്റിംഗ്? ഓരോ ഇഷ്യൂസ് എടുക്കാമല്ലോ. ഈ ഗവൺമെന്റ് ഞാൻ പെൻഷൻ കൊടുത്തും അവകാശപ്പെടുന്നുണ്ടല്ലോ. എത്ര ലക്ഷം പേരുടെ പെൻഷൻ കട്ടി സർക്കാർ? എന്താ നമ്മുടെ റേഷനിങ് സംവിധാനം? വിദ്യാഭ്യാസ വകുപ്പിലെ പ്രശ്നം എന്താ? എത്ര ചോർച്ച നടന്ന പരീക്ഷ ചോർച്ച? ഇതൊക്കെ ഇഷ്യൂസ് അല്ല. ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് സമരവുമായി അവരെ സഹായിക്കാനെന്ന് പറഞ്ഞു പോയി, എന്നിട്ട് അവരെ കൈവിട്ടു. ജിഷ്ണുവിന്റെ പേരിൽ അവരുടെ കുടുംബത്തിന്റെ പുറകിൽ അവിടെ ഇളക്കാൻ പോയി. പക്ഷേ അവരും പോയി, അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോഴും ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയുന്ന ചാനൽ ചർച്ചയിൽ ഗതി കെട്ടുമ്പോൾ പറയുന്ന ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യമായി ഒരിടത്തും കാണുന്നില്ല. ഇതാണ് ചോദ്യം. ഞങ്ങൾ ഏത് സമരം കിട്ടിയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഈ സർക്കാരിനെതിരായി ജനകീയ സമരം വരുമ്പോൾ ഞങ്ങൾ പിന്താങ്ങും. ഒരു സംശയക്കാര്യത്തിലില്ല. ഞങ്ങളുടെ ജോലിയല്ലേ അത്? ശരി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ പ്രതിപക്ഷം ഉണ്ടെന്ന് ചോദിക്കും. ശരി. പിന്നെ ശ്രീ പ്രതിപക്ഷം എവിടെ എന്ന് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണോ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സമരത്തിനും ഹർത്താലിനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? അല്ലെങ്കിൽ LDF കഴിഞ്ഞ കാലങ്ങളിൽ എന്താ ചെയ്തത്? ഓരോ സമയത്തും ഉണ്ടാകുന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്യാന്ന്. സരിത കേസ് വന്നു, ഉടനെ സമരത്തിനിറങ്ങി. അതേപോലെ ഓരോ വിഷയം വന്നപ്പോഴും ഒരു ഇത് തന്നെയാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ചെയ്യുന്നത്. അന്നും സരിത കേസ് മാസങ്ങളോളം ഇവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം കൊണ്ട് അണഞ്ഞു പോയില്ല ചർച്ച. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ അവിടെ തീർന്നേനെ. ഇപ്പോഴും തീർന്നിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബാർ കോഴയുടെ കാര്യം വന്നു, എത്ര മാസങ്ങളോളം ഇവിടെ ചർച്ച നടന്നു എനിക്കറിയാം. അതുപോലെ ഇടതുപക്ഷത്തിന് തലവേദനയുണ്ടാക്കിയ കേസുകളുണ്ട്. TP ചന്ദ്രശേഖരന്റെ വധം വന്നു. 52 ദിവസമാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. മറ്റത് 60 ദിവസം തുടർച്ചയായി സരിത കേസ് ചർച്ച ചെയ്തതായിട്ട് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അല്ല, ഞാൻ അത് തന്നെ പറയുന്നത്. അത് തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. ഓരോ ഇഷ്യൂ സമൂഹത്തിൽ പൊങ്ങി വരും, ആ ഇഷ്യൂ പ്രതിപക്ഷം ഏറ്റെടുക്കും. ഞാൻ ഒരു വാ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ അടുത്ത് മറുപടി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ ഇഷ്യൂ വരും, ആ ഇഷ്യൂവിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടെന്ത്, ആ നിലപാട് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ സമരത്തിലേക്ക് വരും, പ്രക്ഷോഭത്തിലേക്ക് വരും. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ചും കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചില അസഹിഷ്ണുത തോന്നുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അസഹിഷ്ണുത തോന്നുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അസഹിഷ്ണുത തോന്നുന്നുണ്ട്. ഈ വിവാദം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ചൂണ്ടിക്കാട്ടിയത് കണ്ടാൽ ഞാൻ പറയാം. ഇതുവരെ ഞാൻ കണ്ടില്ല. BJP പറഞ്ഞ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടൽ എനിക്ക് മനസ്സിലായില്ല. ഏത് തെറ്റ് ചൂണ്ടിക്കാട്ടിയാണ് നിങ്ങൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾ പൊമ്പിള എരുമയുടെ കാര്യം വന്നപ്പോൾ കുമ്മനം അവിടെ പോയി തമിഴ്നാട്ടിലെ പ്രസിഡന്റിനെയും കൊണ്ടുപോയി. ഇത് ഞാൻ കണ്ടു. ഈ കാര്യത്തിൽ ഗോമതിയോട് ഉത്തരം പറയേണ്ടതിൽ നിങ്ങളുമുണ്ട്, BJP യും ഉണ്ട്. വിഷ്ണുവിന്റെ കേസ് വന്നപ്പോൾ നിങ്ങളും ആ
കാര്യത്തിൽ ഏത് നിലപാടെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെയൊക്കെ സർക്കാർ എടുത്ത നിലപാടിനൊപ്പം തന്നെയാണ് ഏറ്റവും അവസാനം കാര്യങ്ങൾ വന്നു നിന്നത്. ലാൽ എത്ര വിയർപ്പൊഴുക്കിയാലും എത്ര സംസാരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇത് ലക്ഷ ആളുകൾ കാണുന്നുണ്ട്, കൈരളി ഉൾപ്പെടെ. അതുകൊണ്ട് ജിഷ്ണു കേസിൽ ഞങ്ങളല്ലല്ലോ പറയാനുള്ളത്. ജിഷ്ണു കേസിൽ ജിഷ്ണുവിന്റെ അമ്മ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 1 വർഷം തികയാൻ പോവുകയാണ് ഈ ഗവൺമെന്റ്, ഈ മുഖ്യമന്ത്രി എനിക്ക് നൽകിയ വാക്ക് പാലിച്ചിട്ടില്ല. പറയട്ടെ മറുപടി. തീർച്ചയായിട്ടും ശ്രീ പത്മകുമാറിന്റെ ആ പ്രതികരണത്തിനാണ് ഞാൻ കാത്തിരുന്നത്. അതായത് ജിഷ്ണു കേസിൽ ഇന്ന് മഹിജ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് ഇന്ന് മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? DNA ടെസ്റ്റിന് ആവശ്യത്തിനുള്ള രക്തം കിട്ടിയില്ല എന്നാണ്. ഏതെങ്കിലും കൊലപാതകത്തിൽ ആവശ്യത്തിനുള്ള രക്തം കിട്ടിയില്ലെങ്കിൽ സർക്കാരാണോ അതിന് ഉത്തരവാദി? രക്തം പോലും ബാക്കി വെക്കാതെ ബുദ്ധിമാന്മാരായ കുറ്റവാളികൾ എല്ലാം തുടച്ചു നീക്കിയിട്ടുണ്ടാകും. അത്തരം കേസുകൾ എങ്ങനെ അന്വേഷിക്കും ശ്രീ പത്മകുമാർ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ DNA ടെസ്റ്റിന് ആവശ്യമായ ബ്ലഡ് എടുത്തതെന്ന ആരാ ഇത് എടുക്കേണ്ടത്? ജിഷ്ണുവിന്റെ അമ്മ എടുത്തോട്ട് തരണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട്ട് തരണോ? 2, ഇത് എടുത്തത് കൊണ്ട് കൊടുത്ത സമയത്ത് ഇത് പോരാന്നുണ്ടെങ്കിൽ എന്തിനാ ജിഷ്ണുവിന്റെ അമ്മയെ കൊണ്ടുവന്ന് ബ്ലഡ് എടുപ്പിച്ചത്? ഞാൻ കണ്ടല്ലോ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവന് ബ്ലഡ് കൊടുക്കുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു, ആദ്യം ജിഷ്ണുവിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ പോരെ? ഈ 2 പേരെ ബ്ലഡ് ഈ അവിടെ നിന്ന് കണ്ടതും ജിഷ്ണുവിന്റെ ബ്ലഡ്. ഒരു കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അങ്ങേക്കും അറിയാവുന്നതാണ്, തുടക്കത്തിൽ ആ സന്ദർഭത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ അല്ലല്ല, ഇത് മുതലാളിമാർക്ക് വേണ്ടി ഈ ഗവൺമെന്റ് അട്ടിമറിച്ചു, തുടക്കം മുതൽ അട്ടിമറിച്ചു. ഇതെല്ലാവർക്കും അറിയാം. പിന്നെ ഇനി ആളുകളെ വെച്ചിട്ട് ഇത് തികഞ്ഞില്ല, ബ്ലഡിന് ഒരു തുള്ളിയേ ഉള്ളൂ, 2 തുള്ളി വേണമായിരുന്നു. ഈ ജിഷ്ണുവിന്റെ ബ്ലഡും അവിടെ നിന്ന് കിട്ടിയ ബ്ലഡും ഒരേ ഗ്രൂപ്പ് തന്നെയല്ലോ. എങ്ങനെ മനസ്സിലായത്? അപ്പൊ ആ കേസ് മുന്നോട്ട് പോവുകയാണല്ലോ. ഒരു കേസ് മുന്നോട്ട് പോകില്ല. മാധ്യമങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിൽ മാധ്യമങ്ങൾ പറഞ്ഞതിനപ്പുറം ഒന്നും ശ്രീജിത്തിനും അറിയില്ല, മഹിജയ്ക്കും അറിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ രക്തത്തിന്റെ ഗ്രൂപ്പ് 1 കണ്ടെത്തിയതോട് കേസ് അട്ടിമറിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇനി രക്തം ഇല്ലാത്തത് കൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ പറ്റാത്തത് കൊണ്ട് ഇനി ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് ആരാണ് പ്രചരിപ്പിക്കുന്നത്? ഈ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് ആരാണ് പറയുന്നത്? അട്ടിമറിക്കപ്പെട്ടു എന്ന് ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഈ ചർച്ചയിൽ അങ്ങാണ്. അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള സത്യമല്ലേ? എന്തിനാ DGPയെ കാണാൻ പോയപ്പോൾ തടസ്സം ഉണ്ടാക്കിയത്? ഓരോ ഘട്ടത്തിലും ഇത് ശിക്ഷ പ്രശ്നം ഇത്രയും വഷളാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? വിവാദം ഉണ്ടാക്കി ഇത് അട്ടിമറിക്കുക എന്നുള്ളതാണ്. ശിക്ഷാ കേസിൽ നിങ്ങൾ കണ്ടല്ലോ, 2 ചെരുപ്പ് എടുത്തോണ്ട് നടന്നതൊക്കെ നമ്മൾ കണ്ടു. സജീവൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ A. സജീവൻ താങ്കളിൽ നിന്ന് കിട്ടേണ്ടത് ഈ ഉത്തരമാണ്. അതായത് നേരത്തെ ജിഷ്ണു കേസിന്റെ കാര്യത്തിൽ അങ്ങും പരാമർശിച്ചു പോയതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ വാർത്ത പുറത്തുവിട്ടത് ആരായാലും അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് പ്രതിപക്ഷത്തെ ഒരു പാർട്ടിക്കെങ്കിലും കേസ് അട്ടിമറിച്ചു എന്ന് ഉറക്കെ പറയാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ കേസിന്റെ കാര്യത്തിന്റെ നടത്തിപ്പിൽ പോലും ഈ സന്ദർഭത്തിൽ മാധ്യമ വാർത്ത വെച്ച് വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. രക്തസാമ്പിളിൻ്റെ കുറവ് കൊണ്ട് പോലീസ് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ DNA പരിശോധന നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അട്ടിമറിച്ചു എന്ന് പത്മകുമാറിന് എങ്ങനെയാണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. അത് നമുക്ക് അറിയണമല്ലോ. എങ്ങനെയാണ് സർക്കാർ ബോധപൂർവം ഈ ജിഷ്ണു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? ജിഷ്ണുവിനെ അവിടെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. നമ്മൾ ചർച്ച ചെയ്തു. മർദ്ദിച്ചു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്മകുമാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അന്വേഷണം പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതാണ്. പത്മകുമാർ ഇടയിൽ കാര്യം പറയുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഒന്ന്, ഈ നമ്മള് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഉള്ളൊരു കാര്യം, സർക്കാരിന് എല്ലാ കാര്യങ്ങളും പോലീസ് നടപ്പാക്കുന്ന പോലീസിന്റെ അന്വേഷണത്തിൽ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി പോയിട്ട് ഇത്ര രക്തസാമ്പിൾ എടുത്താൽ മതി, അല്ലെങ്കിൽ മന്ത്രിമാർ പോയിട്ട് ഇത്ര രക്തസാമ്പിൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വല്ല നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അട്ടിമറിച്ചോ എന്ന് നമുക്ക് പറയാം. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞില്ലേ, AK ബാലൻ പറഞ്ഞ കാര്യത്തിൽ ഇനി വിവാദമാക്കാൻ പോകുന്നതെന്ന്. അവിടെ പോലും എന്താണ് AK ബാലൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് നേരത്തെ നമ്മളൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇത് ചാടി, ഈ ട്രെയിനിൽ നിന്ന് ചാടി എന്ന രൂപത്തിലുള്ള മൊഴിയുണ്ട്. അങ്ങനെ 2 പേർ കൊടുത്ത മൊഴിയുണ്ട്. അത് കണ്ട ദൃക്സാക്ഷിയുടെ മൊഴി വെച്ചുകൊണ്ടാണ് പറയുന്നത്. ദൃക്സാക്ഷിയെ കിട്ടിയിട്ടില്ല. അപ്പോഴെന്താണ് ഇപ്പോൾ അന്ന് പോലീസ് ചെയ്യേണ്ടിയിരുന്നത്? ഈ ദൃക്സാക്ഷിയെ കാണാത്തതുകൊണ്ട് ഇതൊരു വലിയ പരാമർശമായിട്ട് ഇതിൽ കേസിൽ ആരും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി ആ കേസ് തള്ളിയത്. കോടതി കേസ് തള്ളിയെന്ന കേസിൽ ഈ രീതിയിൽ കൊല ചെയ്തതെന്ന് തെളിവില്ലാതെ കോടതി കണ്ടെത്തിയത് കൊണ്ടാണ്.
ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട് എന്ന് 2 മറ്റ് സാക്ഷികൾ പറയുന്നു. ഉണ്ടാവുമ്പോൾ ചാടിയതാണ് എന്ന് പറയുന്നതുകൊണ്ട് ഇത് കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നു. അതേപോലെയാണ് ഇവിടെ പോലീസ് അന്വേഷിക്കുമ്പോൾ എനിക്കറിയില്ല അവിടെ എത്ര തുള്ളി രക്തമുണ്ടായിരുന്നു, അതിൽ കുറച്ച് മാത്രമാണ് പോലീസ് എടുത്തിട്ടുള്ളതെന്നും. എന്തായാലും പോലീസ് ശേഖരിച്ച രക്തസാമ്പിൾ ഉണ്ട്, അവിടെയുള്ള രക്തസാമ്പിൾ മുഴുവൻ എടുക്കാനാണ് സാധ്യത. അത് കൂടുതൽ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നോ എന്നുള്ളതൊക്കെ സർക്കാർ ഇനിയിപ്പം നമ്മളൊക്കെ പോലീസ് അത് കുറച്ച് കാണിച്ചു എന്ന് വയ്ക്കുക, കുറച്ച് സാമ്പിൾ മാത്രം എടുത്തു എന്ന് വയ്ക്കുക. പക്ഷെ അവിടെ ഏത് മന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോലീസിനോട് കുറഞ്ഞ രക്തസാമ്പിൾ മാത്രം എടുത്തിട്ട് കേസ് അട്ടിമറിക്കണമെന്ന്? അപ്പൊ നമ്മൾ ഈ പറയുന്നതൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കലാണ്. ഇവിടെ തെളിവുണ്ടെങ്കിൽ പറയാം, കൃത്യമായ തെളിവോട് കൂടിയിട്ട് കുടുംബത്തെ എളുപ്പത്തിൽ ഈ വികാരത്തിന് അടിമപ്പെടുത്താൻ സാധിക്കുന്ന സന്ദർഭമാണ് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ വിവാദം നിർമ്മിക്കുന്നവർക്ക് തുണയാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ രസകരമായ അവസ്ഥ. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി സമയം പാഴാക്കി ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ ഞങ്ങൾ തുനിയില്ല, ജന നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ പ്രതിപക്ഷം ആ ഗൗരവത്തിൽ കാര്യങ്ങളെ കാണുമോ? ചർച്ചയുടെ അവസാന ഘട്ടമാണ്. എല്ലാ അതിഥികൾക്കും 1 മിനിറ്റ് മാത്രമാണ് പരമാവധി ലഭിക്കുക. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അപ്പോൾ സർക്കാർ നയം വ്യക്തമാക്കി കഴിഞ്ഞു, വിവാദങ്ങളുടെ പിന്നാലെ ഇനി പോകാൻ തയ്യാറല്ല, സമയം പാഴാക്കില്ല, ജനങ്ങൾക്കും കാര്യം മനസ്സിലായതുകൊണ്ട് സർക്കാരിനൊപ്പമുണ്ട് എന്ന വിശ്വാസമാണ് സർക്കാരിനുള്ളത്. പ്രതിപക്ഷവും നയം ഇനി പുതുക്കേണ്ടി വരുമോ അതോ സമയം പാഴാക്കാനാണോ പരിപാടി? ഞങ്ങളെങ്ങനെ സമയം പാഴാക്കുന്നത്? ഈ ഗവൺമെൻറ്, ഞാൻ വികസനമാണല്ലോ പറയുന്നത്, ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏത് പുതിയ പദ്ധതി തുടങ്ങി? ഞങ്ങൾ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കിയുള്ള വേറെ ഒന്നും ചെയ്തിട്ടുണ്ടോ? സർക്കാരിൻ്റെ പണമുണ്ടോ? കിഫ്ബിയിൽ ആശ്രയിക്കുന്ന കിഫ്ബിക്ക് എന്ന് മാത്രം കിട്ടി? ഇപ്പം കിഫ്ബിയെക്കുറിച്ചുള്ള വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സമ്പത്തുണ്ടാക്കാൻ കഴിയാത്ത, വിഭവങ്ങളില്ലാതെ ഈ ഗവൺമെൻറ്റിന് വികസനം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, അതുകൊണ്ട് കൂടിയായിരിക്കാം സർക്കാർ തന്നെ ഇടയ്ക്ക് വിവാദം ഉണ്ടാക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി. വികസനം എവിടെ നടന്നെന്നാണ് പറയുന്നത്? ഒരെണ്ണം പറയട്ടെ, ഒരു പുതിയ വർക്ക് തുടങ്ങിയിട്ടുണ്ടോ? ശരി, ആ കാര്യത്തിൽ നിങ്ങൾ ഈ വിവാദങ്ങളുടെ നിർമ്മാണത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടുകൂടി സർക്കാരിന് പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതിന് പോകാതെ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ക്രിയാത്മകമായ കാര്യങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ ചൂണ്ടിക്കാട്ടി വേഗത പോരെങ്കിൽ വേഗത കൂട്ടിച്ച് ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന അജണ്ടയുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുമോ? അതാണ് ചോദ്യം. 30 സെക്കൻഡിൽ. തീർച്ചയായിട്ടും ഗവൺമെന്റ് നല്ല ചെയ്യാൻ ഞങ്ങൾ പിന്താങ്ങും. മറിച്ച് ക്രമസമാധാനം തകർന്നിരിക്കുന്നു, ഭരിക്കുന്ന പാർട്ടി തന്നെ കൊലപാതകം നടത്തുന്നു, ഞങ്ങൾ പിന്താങ്ങാൻ പറ്റുമോ? വികസനം നടക്കുന്നില്ല, ഒരു പുതിയ പദ്ധതിയും വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് നല്ല ദിശയിൽ മുന്നോട്ട് പോയാൽ ഞങ്ങൾ സഹകരിക്കും. ഇല്ല, വിവാദം ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ്, ഞങ്ങളല്ല. അതുകൊണ്ട് അവർ തന്നെ വിവാദം ഒഴിവാക്കട്ടെ. ശരി, എന്തായാലും ഭരിക്കുന്ന പാർട്ടിയാണ് കൊലപാതകം നടത്തിയതെന്നുള്ളത് എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഇതുവരെയും ആളെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ പത്മകുമാറിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കമന്റിലാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അത് അവസാനിപ്പിച്ചത് എന്നുള്ളത്. കോടിയേരിയുടെ ഇപ്പോൾ വരുന്ന പ്രതികരണത്തിൽ നിന്നും അതിന് എന്തെങ്കിലും സാമ്യം ഉണ്ടോ? അതിനോട് എന്തെങ്കിലും കഥയുണ്ടോ പറയാൻ? അതായത് RSSും കോൺഗ്രസും തമ്മിൽ ചേർന്നാണ് കാര്യങ്ങൾ ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ പ്രതികളെ CPM നടത്തുന്ന കൊലപാതകത്തിൽ പ്രതികളെ കിട്ടില്ല, അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ ഒരു കാര്യം, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് വൈകി ഉണ്ടായിട്ടുള്ളൊരു ബോധോദയമാണ് അല്ലെങ്കിൽ വിവേകമാണെന്ന് പറയാം. അദ്ദേഹം സ്വന്തം മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരെയും ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഈ ഗവൺമെൻറ് ഇപ്പോൾ ഈ തുടർന്ന് പോകേണ്ടത് ഈ 5 വർഷം ഭരിക്കാനാണ് ഗവൺമെൻറ്റിന് ജനങ്ങൾ അധികാരം നൽകിയിട്ടുള്ളത്. അത് പാലിക്കാനുള്ള ചുമതല ഗവൺമെൻറ്റിനുണ്ട്. അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് മന്ത്രിമാരോടും പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞാൽ മതി. നാളെ പറ്റൂ എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന പരിപാടി ഇനി നിങ്ങൾ കാണിക്കില്ല. ഈ 11 മാസം ഉണ്ടായാലും ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം UDF ഗവൺമെൻറ് എത്രമാത്രമാണ് ജനങ്ങളുടെ മുന്നിൽ അവർ വെറുക്കപ്പെട്ടത്, അതിനേക്കാൾ രൂക്ഷമായ രീതി 10 മാസം കൊണ്ട് ഈ ഗവൺമെൻറ് അതിനെ കവർ ചെയ്തിരിക്കുക. ഇന്ന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ പരിശോധിച്ചാൽ ഏറ്റവും ജനങ്ങൾ വെറുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറിയിട്ടുണ്ട് 10 മാസം കൊണ്ട്. ശരി, അത് നിങ്ങളുടെ പ്രതീക്ഷയാണ്. പക്ഷേ ആ കാര്യത്തിൽ പ്രതിപക്ഷത്തെയും നിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെയും ജനങ്ങൾ വിലയിരുത്തുന്നത് അറിയുന്നുണ്ടോ? ഈ 11 മാസം ഭരിക്കാനായി അനുവദിക്കാതെ ഓരോ നിമിഷവും സമ്മർദ്ദപ്പെടുത്തി വിവാദങ്ങളുടെ പിന്നാലെ പിന്തുണക്കാരായി മാറുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ അറിയുന്നു? അല്ല, ഞങ്ങളല്ലല്ലോ. ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ കുഴിമാടം ഉണ്ടാക്കിയത് ഞങ്ങളാണോ? കസേര കത്തിച്ചത് ഞങ്ങളാണോ?
ഈ വിവാദങ്ങൾ ഓരോ പ്രശ്നം മണിയുടെ പ്രസംഗം ഞങ്ങളാണോ നടത്തിയത്? ഈ CPI പ്രശ്നം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് നിലപാടിനെ പരസ്യമായി വിമർശിച്ചത് ഞങ്ങളെ കുഴപ്പം കൊണ്ടാണോ? ശശീന്ദ്രന്റെ പ്രശ്നം ജയരാജൻ ഉണ്ടാക്കിയത് ഞങ്ങളുടെ പ്രശ്നമാണ്. ബന്ധപ്പെട്ട സമരത്തിൽ ഒരു ദിവസത്തെ ഹർത്താൽ നടത്തിയത് നിങ്ങളാണ്. മൂന്നാറിന്റെ കാര്യത്തിൽ ഒരു ദിവസത്തെ ഹർത്താൽ നടത്തിയത് എന്തായാലും ഇതാണ് പ്രതിപക്ഷത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെയും സൂചന. എങ്ങനെയാണ് പിണറായി വിജയന്റെ ആത്മവിശ്വാസം? ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും, വിവാദങ്ങൾക്ക് പിന്നാലെ ഇനി നിൽക്കില്ല എന്ന് പറയുന്നത് സമയം പാഴാക്കുന്നവർക്ക് സന്ദേശം കൊടുക്കുന്നതിന്റെ സൂചന തന്നെയാണോ? അത് ഫലവത്താകുമോ? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുമാതിരി മാധ്യമങ്ങളാണ് ഇതിനെ ചാമ്പ്യൻ ചെയ്യുന്നത്. മാധ്യമങ്ങൾ വിവാദങ്ങളെ ചാമ്പ്യൻ ചെയ്യുമ്പോൾ പ്രതിപക്ഷങ്ങൾ അതിൻ്റെ ഒരു സംഘഗാനാലാപനത്തിൽ ചേരുന്ന ഒരു രീതിയാണല്ലോ ഇതുവരെ കണ്ടത്. UDF അല്ലെങ്കിൽ BJP ഏതെങ്കിലും വികസനോന്മുഖമോ അല്ലെങ്കിൽ നിരക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഉന്നയിച്ചുകൊണ്ടൊരു പ്രക്ഷോഭം കേരളത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. നടത്താൻ കഴിയാത്തവർ ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധിപ്പിച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു, അതുപോലെ പൊമ്പിളയരുമേൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു. സ്വന്തമായി പ്രശ്നങ്ങൾ ഉന്നയിച്ച് 3300 പേർക്ക് പട്ടയം കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മുന്നോട്ട് വെച്ചോ? വികസനോന്മുഖമായ എന്തെങ്കിലും, ഇപ്പം നമുക്ക് വൈദ്യുതി പ്രശ്നമുണ്ട്, അതിനുവേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നം മുന്നോട്ട് വെച്ചോ? ഞാൻ പറയുന്നത് അസംബ്ലിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും മാധ്യമങ്ങളുടെ പിമ്പെ വെമ്പിക്കുതിച്ച് പ്രതിപക്ഷ പ്രയോഗം നടത്താം എന്ന ആശയത്തിൽ നിന്ന് പ്രതിപക്ഷം മാറാൻ ഈ പ്രസ്താവന സഹായിക്കണം. അതുപോലെ തന്നെ പിണറായി വിജയൻ പറയുന്നതിനകത്ത് വളരെ ലളിതമായ യുക്തിയേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് മാധ്യമ വ്യവസായം സെൻസേഷനലിസ്റ്റിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോരുന്ന ഈ വിവാദങ്ങളെ ഉണ്ടല്ലോ, ആ വിവാദങ്ങളെ ഇനി അറിയിക്കുന്ന രീതിയിലുള്ള പരിഗണന, ഇതുവരെ നൽകിയ പരിഗണന ഒരു പക്ഷേ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് അദ്ദേഹം തരുന്നത്. ആ സൂചനയുടെ ഉള്ളടക്കം പ്രതിപക്ഷം വായിക്കുന്നത് കേരളത്തിന് നല്ലതായിരിക്കും. ശ്രീ എ സജീവൻ, താങ്കളുടെ വാക്കുകളിൽ ചർച്ച അവസാനിപ്പിക്കാം, ഒരു 20 സെക്കൻഡിൽ. അല്ല, ഇത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ചെയ്യുന്ന കാര്യങ്ങൾ അവഗണിക്കാം സർക്കാരിന്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ നല്ല കാര്യമാണ്. അത് നടപ്പാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഷീനറി പ്രവർത്തനം വേണം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് അതിന് ഒരു വ്യക്തമായ ധാരണ സർക്കാരുണ്ടാവണം. രണ്ടാമത്തേത്, അകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. മുന്നണിക്കകത്തും മന്ത്രിമാരുടെ വാക്കുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഈ സർക്കാരിന് വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. ശരി, അപ്പോൾ എന്തായാലും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ ജനങ്ങളിലേക്ക് അറിയിക്കേണ്ട ആ മാധ്യമങ്ങൾ, ആ വഴികൾ വിവാദങ്ങളുടെ പിന്നാലെ പായുമ്പോൾ സർക്കാർ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ പണം കൊടുത്ത് പരസ്യം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ ചിലപ്പോൾ ചെന്ന് എത്തേണ്ടി വരും. അപ്പോൾ അതിനെ വിവാദമാക്കുന്നതിനും പ്രതിപക്ഷം ശ്രമിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതെല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ തർക്കമല്ലാതാകുന്നു. അതാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കവും എന്ന് വേണമെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് വായിച്ചെടുക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ എ സജീവൻ. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.